വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം. പ്ലാസ്റ്റിക് ഐറ്റംസ്, പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ, മറ്റുൽപ്പന്നങ്ങൾ, ക്ലീനിംഗ് ഐറ്റംസ്, പണിയായുധങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ, ചെയറുകൾ, കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആശ്വാസ് പദ്ധതിയിൽ അംഗങ്ങളായ 5 കുടുംബങ്ങൾക്ക് മരണാനന്തര സഹായമായ 10 ലക്ഷം വീതം 1/2 കോടി രൂപ വിതരണം ചെയ്തു. വടകര ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കുടുംബങ്ങൾ തുക ഏറ്റുവാങ്ങി. 11ാം ഘട്ടത്തോടെ സംസ്ഥാനത്ത് പദ്ധതിയിലെ വിതരണ സംഖ്യ 5.5 കോടിയായി. ചടങ്ങ് കെ രമ MLA ഉദ്ഘാടനം ചെയ്തു. തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളെ, തങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ദുരിതമുണ്ടായപ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അവരെ ഞങ്ങൾ ചേർത്തു നിർത്തുന്നു, അവരെ ഞങ്ങൾ താങ്ങി നിർത്തുന്നു എന്ന് പറയുന്ന ആ മനുഷ്യത്വം, ആ നന്മ, അതാണ് തിരിച്ചറിയേണ്ടത് എന്നതാണ്. അതാണ് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. മനുഷ്യർ പല രൂപത്തിലാണ് നമുക്കറിയാം. ഒരു അസുഖം, എന്തെങ്കിലും ഒരു പ്രയാസം വന്നു പോയാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ ഇങ്ങനെയൊരു ഒരാൾക്ക് ചിലവാകുന്നത് തുച്ഛമായ തുകയാണെങ്കിലും അത് കിട്ടുന്നവർക്ക് അത് കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് ആ ജീവിതത്തിൽ അവരെ മുന്നോട്ട് പോകാൻ സഹായിക്കുകയാണ്. അവർക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ നൽകുകയാണ്. ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും നഷ്ടപ്പെടുക. നമുക്കറിയാം, മരണം ആർക്ക് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ പോകുന്ന ആളുകളാണ് നമ്മളൊക്കെ, എങ്ങനെയാണ് എന്നൊന്നും. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ താങ്ങി നിർത്തും, അവരെ ഞങ്ങൾ ചേർത്തു നിർത്തും, അവർക്കൊപ്പം ഞങ്ങളുണ്ടാകും എന്ന പ്രഖ്യാപനം. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞത് നിങ്ങളത് റീചാർജ് ചെയ്യണം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ വിട്ടുപോകാതെ ഓരോ മാസവും മറ്റൊരാളുടെ നിർബന്ധമില്ലാതെ തന്നെ സ്വയം 50 രൂപ അതിനകത്തേക്ക് ഇടാൻ കാണിക്കുന്ന ഒരു മനസ്സ്, ആ മനസ്സാണ് ഏറ്റവും പ്രധാനം. ആ മനസ്സിന് നിങ്ങൾ ഉടമകളായിരിക്കുന്നു. മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് തുടർന്നു കൊണ്ടുപോകണം. ആ പദ്ധതി പാതിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതോടൊപ്പം ഇതിൻ്റെ ഭാരവാഹികളോട്, നേതാക്കന്മാരോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ പലതും ആലോചിക്കുന്നുണ്ടാകും. അതിൻ്റെ കൂട്ടത്തിൽ മരിക്കുന്നതോടൊപ്പം മാരകമായ അസുഖം വരുന്ന ആളുകൾക്ക് കൂടി ഒരു താങ്ങാവാൻ, അവർക്ക് കൂടി ഒരു സഹായമാകാവുന്ന എന്തെങ്കിലും ഒന്നുകൂടി ആലോചിക്കുമ്പോൾ അതുകൂടി ആശ്വാസകരമായിരിക്കും എന്നതാണ്. മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടണമെന്ന് നമ്മൾ വിചാരിക്കുകയല്ലാതെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. അപ്പോൾ ദുരന്തങ്ങളൊക്കെ വരുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ എപ്പോഴും മാറുന്നത് സംഭാവന പിരിക്കുക എന്നിടത്തേക്ക് എത്തുന്നു. സർക്കാരിൻ്റെ പോളിസി എന്ന് പറയുന്നത് തന്നെ അതൊരു ഒരു ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അതൊരു വ്യത്യസ്തമാണ്, അതൊരു ശരിയല്ല എന്നൊരു നിലപാടുള്ള ഒരാളാണ് ഞാൻ. നിയമസഭയിൽ ഉൾപ്പെടെ അത് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയല്ല, നമ്മളതിന് സർക്കാരിനൊരു പ്രത്യേക നിധി ഉണ്ടാക്കണം, ഒരു ഫണ്ട് ഉണ്ടാക്കണം, ബഡ്ജറ്റ് ഉൾപ്പെടെ ഒരു പ്രത്യേക തുക മാറ്റിവെക്കണം. അല്ലാതെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആളുകളുടെ അടുത്ത് പോയി കൈനീട്ടി പിരിച്ചുകൊണ്ട് അവരെ സഹായിക്കാമെന്നുള്ള ഒരു തീരുമാനം, ഒരു പദ്ധതി ഒരു സർക്കാർ അതിനൊരു പോളിസി ആയിട്ട് എടുക്കുന്നത് തീർച്ചയായിട്ടും ശരിയായ നടപടിയല്ല. അത്തരം നടപടികളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയാണ് എന്ന് ചെയ്യേണ്ടത് എന്ന വ്യക്തിപരമായ ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ജില്ലാ ആശ്വാസ് പദ്ധതി ചെയർമാൻ AVM കബീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാപ്പു ഹാജി പദ്ധതി വിശദീകരണം നടത്തി. ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ ബഷീർ തിക്കോടി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽകുമാർ, ട്രഷറർ ജിജി കെ തോമസ്, ബാബുമോൻ, ഏരത്ത് ഇക്ബാൽ, അഷറഫ് മൂത്തേടത്ത്, M അബ്ദുൽ സലാം, വിനോദ് പയ്യോളി, ബാബു കൈലാസ്, ഗംഗാധരൻ നന്മണ്ട, മൊയ്തീൻ കോയ, മനാഫ് കാപ്പാട്, ഷംസു കമ്മന, U അബ്ദുറഹ്മാൻ, ഹനീഫ്, ലത്തീഫ് PTA, അമീർ മുഹമ്മദ് ഹാജി, അമൽ അശോക് എന്നിവർ സംസാരിച്ചു.